വാട്ട് ഈസ് ഗോയിങ് ഓൺ എവറിബഡി? നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ട് ചായ കുടിക്കാൻ പോയിരുന്നു. അവിടെ ജസ്റ്റ് മാസ് ഹോളുടെ വെള്ളം കുടിച്ച് ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിക്കാൻ പോയത്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, നോക്ക്, കണ്ടോ, ഒരു പഴയ അബാൻഡൻഡ് KSRTC സീന സംഭവം. അപ്പം നമ്മൾ ഇന്ന് ഇത് റിസ്റ്റോർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ആഹാ നല്ല സൗണ്ട്. വണ്ടി ഓടുവോ? ഇതൊക്കെ ഓടുകയൊക്കെ ചെയ്യും. ഓക്കെ, നമുക്കിന്ന് ഇത് റീസ്റ്റോർ ചെയ്തെടുക്കണം. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് വിടാം. ഞാനിവിടുത്തെ ആ കടക്കാരനോട് അല്ലെങ്കിലേ വണ്ടി ഡാമേജാ. ഇവൻ കൊണ്ടിച്ച് കയറ്റിയിട്ട് വന്നു. എൻ്റെ കാറ് പോയി ഡ്രിഫ്റ്റ് ചെയ്ത് കണ്ടോ, സീനല്ലേ. വണ്ടി കുറച്ച് സ്ലോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനൊക്കെ സെറ്റാക്കിയിട്ട് ഭംഗിയാക്കിയിട്ട് നമുക്ക് ഇതാക്കാം. ഇപ്പോൾ ഇതുള്ളൂ വിൻഡോ വൈപ്പർ. ഓക്കെ, പറയുന്നത് ശരിയാ, ഭയങ്കര ഇതാണ്, ഇതാണ്. നമുക്കിത് ഇതേ ലിവർ തന്നെ മതില്ലേ? വലിയ സൂപ്പർ ഫാസ്റ്റ് ആക്കണം വേണ്ടല്ലോ, ഇതല്ലേ നല്ലത്. ആഹാ, നല്ല ഭംഗിയുള്ള റൂട്ടാണല്ലോ ഇത്. നമുക്കിവിടെ പോകേണ്ടത് ഒരാളുടെ കടയിലാണ്. ആ കടയിൽ കൊണ്ട് റിപ്പയർ ചെയ്യാം, എന്ന് നമുക്ക് പറപ്പിക്കാം. ഓക്കെ, ഇയാളുടെ കട നമ്മുടെ ഞാൻ ഫുള്ളങ്ങ് കത്തിച്ചു വിടാൻ നോക്കുക. പക്ഷെ എന്നാലും ഇത്രയും മെല്ലെ പോകുന്നുള്ളൂ, ഭയങ്കര മെല്ലെ പോന്നെ. ശ്രദ്ധിച്ചില്ലേ? നമ്മളിപ്പോൾ എന്നാലും പോട്ടെ, വണ്ടി പോകുന്നില്ല. ആ, ഇതാ നമ്മുടെ സ്ഥലം എത്തി. ഓക്കെ, ഇവിടുന്നാണ് ഇയാൾ റിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. കണ്ടോ, നമ്മളെ മാപ്പിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടോ, റിപ്പയർ ഷോപ്പ്. ഓക്കെ, ഇവിടുന്ന് റെഡിയാക്കാം. ഓക്കെ, നമ്മളിവിടെ റിപ്പയർ ചെയ്യാൻ കയറ്റിയിരിക്കുന്നുണ്ട്. 32 റിപ്പയർ. ഓക്കെ, ഞാൻ റിപ്പയർ ചെയ്ത് കാണാം. ഓക്കെ, നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വണ്ടി ഡാമേജൊക്കെ പോയിട്ടുണ്ട്, കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോഴും ഇവിടെ വാഷിംഗ് സർവീസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് എന്നാലും ഇവിടെ വാഷ് ചെയ്യാൻ എവിടെയും കൊണ്ടുപോകാം. വണ്ടി ഇനി പറക്കും. ഇവിടുന്ന് ആൾക്കാരൊക്കെ പയ്യെ കയറ്റണം. വേണ്ടെന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് ഉണ്ടോ അറിയില്ല, അതുകൊണ്ട് നമുക്ക് ആൾക്കാരെ കയറ്റാം. ഓക്കെ, അപ്പം ഇനി ഞാൻ പറപ്പിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു KSRTC ഓടിക്കണം. അപ്പം എനിക്ക് ഇവിടെ റോഡ് സൈഡിൽ തന്നെ കിട്ടി, ഫ്രീ. ശരിക്കും പറഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നില്ല. കാരണം ഞാൻ കടക്കാരൻ ചോദിച്ചു, ആ കടക്കാരൻ പറഞ്ഞു ഗവൺമെൻറ്റിന്. ഞാൻ പോയി പേ ചെയ്തു.
എനിക്കറിയില്ല അത് എവിടെയാണ്. ഞാനിവിടെ വന്നപ്പോൾ കണ്ടതാണ്. ഞാൻ ചായ കുടിക്കാൻ വേണ്ടത് ഗവൺമെൻറ് പേപ്പേഴ്സ് സൈൻ ചെയ്ത് ഞാൻ ഈ വണ്ടി 5000-ത്തിനാണ് മേടിച്ചത്. ഈ വണ്ടിക്ക് ഒരു 50,000 രൂപ ഉണ്ടാവും. ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നെ 32,000 അതുകൊണ്ട് പവർ, നല്ല പവർ. ഇതെന്തോ ഇത് കയറ്റൊക്കെ ഇത് ഈ റൂട്ട് പോയി നോക്കാം നമുക്ക്. ഈ റൂട്ടാണ് നമുക്ക് പോകുന്നത്. പറക്കണ്ടേ, പറക്കണ്ടേ. എനിക്കൊരു ഷോർട്ട് കട്ട് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് എടുത്തു. അത്ര നമ്മൾ വല്ല കുണ്ടിൽ കൊണ്ടിച്ച് കയറ്റുമല്ലോ. നമ്മളെ ഈ ഷോർട്ട് കട്ട് പൊള്ളിയായിരുന്നു. എനിക്കറിയാം ഈ ഷോർട്ട് കട്ട്. നമ്മൾ വന്നു കൊണ്ടുപോയി വീണ്ടും വേറെ ഷോർട്ട് കട്ട് ആയിരുന്നില്ല. എന്നാലും ഷോർട്ട് കട്ട് പറപ്പിക്കണ്ടേ നമുക്ക്. ഓക്കെ, ഞാനൊരു 100-110 പറപ്പിക്കും. വീണ്ടും ഇടിക്കാണ്ടിരുന്നു. അത് കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് റിപ്പയർ ചെയ്തതാണ്. വണ്ടി നല്ല സ്മൂത്താണ്. എയർബസ് ആയതുകൊണ്ടായി ഒരു വോൾവോ ഓടിക്കുന്നല്ലേ. എങ്ങനെ തോന്നുന്നു? എന്തായാലും അത് എൻ്റെ തെറ്റല്ല, അതൊന്നും കുഴപ്പമില്ല. എന്തായാലും 47 ഇപ്പോൾ 98 ഗുഡാണ്, ഗുഡ്. അതുകൊണ്ട് ഒരു സീനുമില്ല. നമ്മളങ്ങ് പറപ്പിച്ചെടുക്കും. ഓക്കെ, ഇവിടുന്ന് നമുക്ക് കാറ് വാഷ് ചെയ്യാം. ഇവിടുന്ന് കാറ് വാഷ് ചെയ്യാം. ഇവിടെ പാസഞ്ചേഴ്സൊക്കെ പറഞ്ഞു വാഷ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാൻ അവിടെ കൊണ്ട് ചേരുന്നില്ല. അവിടെ ആകുമ്പോൾ വെറുതെ എൻ്റെ പൈസ പോകും. ഓക്കെ, കാർ വാഷ്. ഇവിടുന്ന് നമ്മൾ ഈ കാർ വാഷ് ഇവിടുന്ന് കുറേ പേരെ കയറ്റാം. ഓക്കെ, നമ്മുടെ വണ്ടി എന്താ ഭംഗി. ഞാൻ കുറച്ചുകൂടി ആൾക്കാർ ഇവിടുന്ന് കയറി. ഈ കാണുന്ന സീറ്റ് ഉണ്ടോ? ഇവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഇതൊരു ബസ് സ്റ്റാൻഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ കയറി. അതുകൊണ്ട് നമ്മൾ ബസ് ഇപ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സീറ്റാണ്. കണ്ടക്ടറൊക്കെ ടിക്കറ്റൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ടോ? ഇനി ഇപ്പുറത്തെ സൈഡിൽ ചോദിച്ചോളൂ. ഓക്കെ, നമുക്ക് നേരെ റോഡ് ഓടിക്കാം. പറപ്പിക്കണ്ടേ. ഇടയ്ക്കിടയൊക്കെ ഈ യാത്രക്കാരുടെ കുക്കറും കഷ്ടപ്പെട്ട് പൈസ എടുത്തു ഇവനോട്ട് എന്തിൻ്റെ അവൻ ഇടിച്ചു. ഇനി ഞാൻ തിരിച്ചടിക്കാൻ പോകുന്നില്ല. എന്നിട്ട് വേണം വീണ്ടും ഇതാവാം. ഡിസ്കോസ്റ്റിംഗ് ഇന്നോവക്കാര് പെട്രോൾ പമ്പ്. ഈ ഏരിയ കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. ഈ മാപ്പ് ഈ മാപ്പ് ഇപ്പോഴും ഓടിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങളിപ്പോൾ പറയുന്നില്ലേ ബസ് ഇറങ്ങാണ്ട് പോവാം. നമ്മളെ ഇതിൻ്റെ വൈപ്പർ ഇപ്പോഴും മറക്കാവില്ല. അതുകൊണ്ട് ഞാൻ ഇതാക്കി വെക്കാം. ഓക്കെ, നമ്മൾ നേരെ ബാംഗ്ലൂരോട്ട് വിടുമായിരുന്നു. ബാംഗ്ലൂർ വണ്ടിയല്ല, പക്ഷെ നമ്മൾ ഇത് ഒരു സിറ്റി ഷട്ടിൽ പോലെ എടുത്തു വേണം. നമ്മുടെ പ്രൈ ബസ്സിന് എൻ്റെ പേര് KSRTC ഒക്കെ മാറ്റണം. എൻ്റെ വല്ല പോലീസും വിളിക്കും. ഇടിക്കരുത്. ഇടിച്ചാലും ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പൈസ പോയി. നല്ല വില പിടിച്ചിട്ടാണ് ഇതിൻ്റെ ഇതൊക്കെ ആയത്. പക്ഷെ എന്നാലും ഇത് പറപ്പിക്കണ്ടേ. പറപ്പിച്ചാൽ ചെറുതായിട്ട് തട്ടും മുട്ടൊക്കെ ചെയ്യും. ചില പ്രാന്തന്മാർ വന്ന് കൊട്ടും. അതുകൊണ്ട് കണ്ടോ, ഇതുപോലെ സ്കിൽഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം. ഓക്കെ, ഈ മഴ കാണാൻ എനിക്കൊരു ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഭംഗി അപാര ഭംഗിയാണ്. നല്ല ഡ്രിഫ്റ്റ്. നമുക്ക് ഒന്നിലിട്ട് പോയാലോ?
നല്ല ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്നു മഴയത്ത്. താഴെ ഒരു പുഴ. വിനോദക്കാരനെ തിരിച്ചൊരു കൊട്ട് കുട്ടി എന്നൊരു കൊട്ട് കുട്ടി. അയ്യ ഓ എന്തോ പൊന്നോ, എന്ത് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എന്ത് ഭംഗിയാണ് വാട്ടർഫോള്. ഈ റൂട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ തനി കേരള വൈബ്സ് ആണെന്ന്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇപ്പം പറയുവാണ്. എന്താ ഭംഗി ഇതിൻ്റെ. നമ്മളെ ഇത് ബാംഗ്ലൂരൊക്കെ പോകുന്നല്ലോ റൂട്ട് പോലെ വണ്ടി കയറുന്നില്ല. ഇതൊരു കേറ്റാണ്. നമ്മളൊക്കെ ഇന്നോവക്കാരൻ ഇന്നോവക്കാരൻ ഭയങ്കര ബുദ്ധിയോട് നമ്മുടെ ഓർഡിക്കാൻ പോയത്. പിന്നെ നമ്മളങ്ങ് പറപ്പിച്ചെടുത്തു. അവരാണെങ്കിൽ ആ മറ്റേ വണ്ടീനെ അവിടെ കുടി. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ പ്രാന്തന്മാരായ ഡ്രൈവേഴ്സ് ഉണ്ട് ഈ റൂട്ടിൽ. ഇത് ഏത് സ്ഥലമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ചിലരെയും എസ്പെഷ്യലി ഇന്നോവക്കാർ ഇന്നോവ ഈ കാണുന്ന സ്ഥലത്ത് റിയൽ ലൈഫിൽ ഇന്നോവക്ക് നല്ല ഭംഗിയോടെ ഇരിക്കുന്നു രാജാക്കന്മാർ. പക്ഷേ ഇതിന് നല്ല പ്രാന്താണ്. എല്ലാ വണ്ടിയും ഇന്നോവയ്ക്ക് മാത്രമല്ല, ഇന്നോവയ്ക്ക് മാത്രമൊന്നുമില്ല. ഓക്കെ എന്താ ഭംഗി, എന്താ ഡ്രൈവിങ്. നിങ്ങൾക്ക് ഈ സ്ഥലം ഇത് ഞാൻ പറയാം. ഇത് നമ്മുടെ ബസ്സിടിലെ പാർപ്പേ ടു മഞ്ഞുമോ എന്ന് പറഞ്ഞാൽ ആ റൂട്ടാണ്. പാർപ്പ അങ്ങനെ എന്തോ ഇത് മഞ്ഞ് അങ്ങനെ ഒരു സ്ഥലത്തോട്ടുള്ള റൂട്ടാണ്. ഇതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയല്ല ഇത് കാണാൻ. കുറച്ച് മാപ്പൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ഇത്രയും ഭംഗിയാവും. അതുകൊണ്ട് നിങ്ങളത് ഓർത്തോളുക. ഞാൻ ഇതുവഴി വേറെ മറ്റേ ഒരു ഡ്രൈവർ ബസ് ഓടിച്ചു വന്നപ്പം ഞാൻ ഇവിടെ നിർത്തിയൊരു ചായ കുടിക്കാൻ വിചാരിച്ചു. ഈ ബസ്സിൻ്റെ അപ്പത്തോട് വന്നു. അപ്പോഴാണ് ഈ കടന്ന ബസ് കണ്ടത്. അപ്പം ഞാൻ ഈ റൂട്ട് എടുക്കാം. Hit my bus because you will die. ഇവൻ്റെ കൂടെ ഞാൻ പറപ്പിച്ചെടുക്കുമ്പോൾ ഇവനൊക്കെ ആര്? ഓക്കെ ഇവിടെ സ്റ്റാൻഡാണോ? എടാ ആരുടെ എന്നെ വന്ന് ഇടിച്ചത്? സ്റ്റാൻഡ് കയറാൻ പോലും സമ്മതിക്കില്ല. എന്ത് കഷ്ടമാണ്. നമ്മളെ കുഞ്ഞ് സ്റ്റാൻഡ്. ബസ് സ്റ്റോപ്പാ ഇത്. ലോകത്തിൻ്റെ ഫാൻസി ബസ് സ്റ്റോപ്പാണല്ലോ. മറ്റേ കഴക്കൂട്ടത്തെ ബസ് സ്റ്റോപ്പ് നിങ്ങൾക്കറിയോ? കഴക്കൂട്ടത്തൊരു ബസ് സ്റ്റോപ്പുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കഴക്കൂട്ടം വഴി തൃശ്ശൂരോ അല്ലെങ്കിൽ മുകളിലോട്ട് ബസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കഴക്കൂട്ടം. ആ ബസ് സ്റ്റോപ്പാണ് ഇങ്ങനെ കയറി ഇങ്ങനെ ഒരു റോഡിനുള്ളിൽ കൂടി പോയിട്ട് അവിടെയാണ് ബസ് സ്റ്റാൻഡ് പോലുള്ള ബസ് സ്റ്റോപ്പ്. ഒരു ബസ്സേ ഉള്ളൂ അവിടെ. ഒരു ബസ് നിൽക്കാനുള്ള സ്ഥലമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ അതുപോലെയാണിത്. ഇതിൻ്റെ സൈഡിലോട്ട് ഒരു കുന്തോ ഇല്ല. ഞാൻ വെറുതെ ഓക്കെ. ഇവിടം നല്ല മലയൊക്കെയാണെന്ന് തോന്നി. ഇത് ഏതാ സ്ഥലം എനിക്കറിയില്ല. മാപ്പ് മോഡ് ഞാൻ ഡൗൺലോഡ് ചെയ്യാം. ഒരു ചുരം. അപ്പം നമുക്ക് ചുരത്തിൻ്റെ വീഡിയോ ഒക്കെ ഇടും. ഈ സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലേ. നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും അഭിപ്രായം എന്തോ കമൻറ്റ് ചെയ്യുക. ഓക്കെ എൻ്റെ ചാനൽ 89 സബ്സ്ക്രൈബേഴ്സ് ആക്കിയതിന് വളരെ നല്ല നന്ദിയുണ്ട് എല്ലാവർക്കും.
പറക്കണ്ട പറവില്ലടാ, അങ്ങനൊരു പാട്ടുമില്ലടാ, വിനോദക്കാരനാണടാ. എന്തോ പിന്നെ ഇതൊക്കെ ദൂരമല്ല. എനിക്ക് എന്തൊരു ബ്യൂട്ടിഫുൾ ആണിത്. ഗൈസ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതേ അവിടെ തുണിയൊക്കെ ആറിടാൻ. ബസ്സിൻ്റെ ഫ്രണ്ട് നോക്കട്ടെ. അതൊന്നും അത്ര ചെയ്യുന്നില്ല, ഒരു വ്യത്യാസമില്ല. ഇന്നോവക്കാരൻ കൊണ്ട് ശരി. ആഴെ വീണ്ടും ബാക്കിൽ കൊണ്ട് ചിടിച്ചത്. നമ്മളിപ്പോൾ പൊടിയൊക്കെ പറപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ക്യാമറ സസ്പീഷ്യസ് ആണ്, വെരി സസ്പീഷ്യസ്. ഉറക്കത്തിനൊക്കെ നല്ല സ്പീഡുണ്ട്. അവിടെ ഈ KSRTC സീനാണ് കേട്ടോ. ഇതേപോലത്തെ മാപ്പ് അല്ലെങ്കിൽ ഞാൻ പിടിച്ച് കൊല്ലും. എന്ത് നല്ല മാപ്പായിരുന്നു അത്. അപ്പം നമുക്ക് അവിടുന്ന് ഈ ആൾക്കാരെയൊക്കെ വിട്ടിട്ട് നമുക്ക് അടുത്ത എന്നാലും ഇത് കേരള സ്റ്റൈലാണ്, എന്നാലും അത്രയും ഭംഗിയൊന്നുമില്ല. എന്നാലും സീനൊന്നുമില്ല. ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല ഭംഗിയുണ്ട് ഈ റൂട്ട്. ഞാനിങ്ങനെ സൗണ്ട് സ്റ്റാൻഡല്ല, വീടാണ്. വീടുകാരോ കച്ചവടം വെച്ചതാ. പിന്നെ അതിലിട്ടം കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർന്നു. ബ്യൂട്ടിഫുൾ. നമ്മള് വണ്ടി അടിച്ച് ചമ്പത്തിയാക്കി. 90 എന്നാലും 47. ഇതെന്തുവാ ഇവിടെ കൺസ്ട്രക്ഷൻ? അവിടെ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. ആ ഷോർട്ട് കട്ട് അവൻ അടച്ചു വെച്ചു. എനിക്ക് അവിടെ നിന്നൊരു സ്റ്റോപ്പ് വേണം. നമ്മൾ അപ്പുറത്തെ വഴിയിലോട്ട്. പക്ഷെ അതുവഴിയല്ല നമുക്കിപ്പോൾ പോകേണ്ടത്. അതൊരു കാര്യം, അത് വേറെ കാര്യം. ഇവിടെ ഒരു ജംഗ്ഷൻ എന്തായാലും 20,000 രൂപ ആയി. ഇത് കുറച്ച് പ്രശ്നമാണ് ഗൈസ്. എന്നാലും മറ്റേൻ്റെ അത്ര പ്രശ്നമല്ല. ഒരുമാതിരി ഫ്യൂല് കാണുകയാണെങ്കിൽ കാണാൻ പ്രശ്നമില്ല. ഓക്കെ, ഇതാണ് ഞാൻ വിചാരിച്ച ജംഗ്ഷൻ. ഇവിടുന്ന് നമുക്ക് നേരെയല്ല പോകുന്നത്. നേരെ പോയാലും വേറെ സ്ഥലം ഒക്കെ ഒന്ന് വളഞ്ഞു പോകണം, നല്ലോണം വളഞ്ഞു പോകണം. അപ്പം ഇതെന്തുവാ വളരെ സ്മോൾ റോഡ്. നമ്മുടെ സ്ഥലത്തി ഇങ്ങോട്ടാണോ ഗേറ്റ്? ഇങ്ങോട്ട് തന്നെയാണോ? ഞാൻ മേച്ചതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. നല്ല ഭംഗിയുള്ള റൂട്ട്. നമുക്ക് ഈ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ നമ്മുടെ ബസ് അതല്ല നമ്മുടെ ബസ് സ്റ്റാൻഡ്. അവിടെ കയറ്റായിരുന്നു, പക്ഷെ അത് തൃശ്ശൂരല്ലേ? തൃശ്ശൂരല്ലേ? ഇത് ഏതാ ബസ് സ്റ്റാൻഡ്? ശരിയാ, ആ ബസ് സ്റ്റാൻഡ് ഒന്നുമില്ല. നമ്മളിത് വെറുതെ സിറ്റി. ഓ, ഈ സ്ഥലമാണിത്. ഇതുവഴി ഞാൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെയാണ് കേട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് നേരെ പോയാലാണ് മറ്റേ നമ്മൾ ഇന്നലെ ലണ്ടൻ ബസ് എടുത്തില്ലേ, ആ ബസ് പോകുന്ന റൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റാൻഡ്. ഇത് കഴിഞ്ഞാൽ എന്താ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഓക്കെ, നല്ല റൈഡായിരുന്നോ ചേട്ടാ? പൊളിയല്ലേ? ഓ, വ്ളോഗ്. നിങ്ങൾ വ്ളോഗ് എടുത്തോ?
ഓക്കെ നല്ല ഓക്കെ. ഹലോ കുഞ്ഞിക്കുത്ത്. ഓക്കെ. നമുക്ക് 1,00,000 രൂപ കിട്ടി ഗൈസ്. യെസ്. എന്നാലും അത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അല്ല എന്താ വായന്ന് വല്ലതും ഓക്കെ. എല്ലാവർക്കും ന്യൂ ഇയറൊക്കെ ഇഷ്ടപ്പെട്ട് കാണും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. ന്യൂ ഇയർ കഴിഞ്ഞ് കുറേ ദിവസമായി. എന്നാലും നാളെ 5 ഇന്ന് 4. ഓക്കെ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ. ടാറ്റ.